Like the video, please do subscribe my channel. यदि आपको वीडियो पसंद है तो വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. സാംസങ് ഗാലക്സി S24 അൾട്രയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഗാലക്സി എ ഫീച്ചേഴ്സ് ശരിക്കും നമ്മളെ ഞെട്ടിച്ചോ, അല്ലെങ്കിൽ സാംസങ് ഗാലക്സി S23 അൾട്രയിൽ നിന്നും സാംസങ് ഗാലക്സി S24 അൾട്രയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. സാംസങ് ഗാലക്സി S24 പ്ലസും സാംസങ് ഗാലക്സി S24 കൂടെ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു S24 അൾട്രയുടെ റിവ്യൂക്ക് ശേഷം നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് കാണാൻ ആഗ്രഹമുള്ളത്, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ഒരു സാംസങ് ഗാലക്സി S24 അൾട്രയുടെ ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് കടക്കാം. 4 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ടൈറ്റാനിയം ഗ്രേ ആണ്, അതുകൂടാതെ ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം വയലറ്റ്, ടൈറ്റാനിയം യെല്ലോ. ഡിസൈനിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള S23 അൾട്ര ആയിട്ട് സിമിലർ ആണെന്ന് പറയാൻ സാധിക്കെങ്കിലും മൈനർ ആയിട്ടുള്ള ചില ചേഞ്ചസും കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ബോഡി ഫ്രെയിമിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം ആർമർ അലൂമിനിയം ആയിരുന്നെങ്കിൽ ഇത്തവണ ടൈറ്റാനിയം ഫ്രെയിം ആയിട്ട് മാറിയിട്ടുണ്ട്. അതുതന്നെ ബോഡി തിക്നെസ്സിലും വെയിറ്റിലും ചെറിയ വ്യത്യാസമുണ്ട്. 234 ഗ്രാമിൽ നിന്നും 232 ഗ്രാമായി കുറഞ്ഞിട്ടുണ്ട്. 8.9 mm നിന്നും 8.6 mm ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വർഷം കേർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു ബാക്ക് പാനലിലും അതുപോലെ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയെങ്കിൽ ഇത്തവണ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ബാക്ക് പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല S23 അൾട്ര ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നീട് ചെറുതായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആ ഒരു പവർ ബട്ടണിലെ ഒരു ഡിസൈനിൽ വ്യത്യാസം. പിന്നീട് മുകൾ വശത്തായിട്ട് നമുക്ക് ഡ്യുവൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പീക്കർ ഗ്രില്ലിലും ചെറുതായിട്ടുള്ളൊരു വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഡ്യുവൽ നാനോ സിം കാർഡാണ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഡിസൈനിൽ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ബിൽഡ് ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്തവണ ഗോറില്ല ഗ്ലാസിൻ്റെ ആർമർ പ്രൊട്ടക്ഷനാണ് ഡിസ്പ്ലേയിലും അതുപോലെ തന്നെ ബാക്ക് പാനലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചും കൂടി ടഫായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി എന്നാണ് കമ്പനി പറയുന്നത്. ഇപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസൈനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ലെങ്കിലും ബിൽഡ് ക്വാളിറ്റിയിൽ ശരിക്കും ഒരു പ്രീമിയം ഫീൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.8 ഇഞ്ചിൻ്റെ ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. Quad HD Plus ആണ്. റെസൊല്യൂഷൻ 120 ഹെർട്സിൻ്റെ LTPO ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ഹെർട്സ് മുതൽ 120 ഹെർട്സ് വരെ നമ്മൾ ഏത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള റിഫ്രഷ് റേറ്റ് മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ താരതമ്യേന ബാറ്ററി കൺസംപ്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കുറവായിരിക്കും. ഇനി സേഫ്റ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് ആർമറിൻ്റെ പ്രൊട്ടക്ഷനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ടഫായിട്ടുള്ള ഡിസ്പ്ലേ ആണ്, സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് ഡിസ്പ്ലേ എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 2600 നിറ്റ്സ് ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതായത് ഏത് നട്ടുച്ചയ്ക്കും എവിടെ പോയി നിന്നാലും നമുക്ക് കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്കിതിൽ റീഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ താരതമ്യേന റിഫ്ലക്ഷൻ കുറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിൽ പോയാലും നമുക്കിതിലുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റീഡ് ചെയ്യാൻ സാധിക്കും. 505 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. HDR10+ സപ്പോർട്ടാണ്. ഇപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ റിവ്യൂ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. ചില ആളുകൾക്കെങ്കിലും ആ ഒരു കേർവ് ഡിസൈൻ മാറ്റി ഫ്ലാറ്റ് ഡിസൈൻ ആക്കിയതിനോട് വലിയ യോജിപ്പില്ലെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ശരിയാണ്, കാണാൻ ഭംഗിയുള്ളത് അല്ലെങ്കിൽ കയ്യിൽ കുറച്ചും കൂടി കംഫർട്ടായിട്ട് നിൽക്കുന്ന കേർവ്ഡ് ഡിസ്പ്ലേ ആണെങ്കിലും നമ്മുടെ ഒരു നോർമൽ യൂസിൽ പറയുകയാണെങ്കിൽ ശരിക്കും സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ കേർവ്ഡ് ഡിസ്പ്ലേയിൽ. അതുപോലെ തന്നെ ഇനി UV പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചാൽ തന്നെ ചില സമയത്ത് അത് ബബിൾസ് വരിക അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ സ്മൂത്ത്നെസ് നമുക്ക് ശരിക്കും ആ ഒരു ടച്ചിൽ ഫീൽ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ സേഫ്റ്റിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്ന ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. സ്ക്രീൻ ഗാർഡൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ടച്ചിലോ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസ് ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ടച്ച് റെസ്പോൺസിബിൾ നമുക്ക് ആസ്വദിക്കാനും ഈ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേയിൽ സാധിക്കും. ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ആയിട്ടുള്ള Qualcomm Snapdragon 8 Gen 3 ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. സാധാരണ മറ്റ് സ്മാർട്ട് ഫോണുകളുള്ള 8 Gen 3 അല്ല, പകരം സ്പെഷ്യലി മെയ്ഡ് ഫോർ സാംസങ് എന്നുള്ള രീതിയിൽ ക്ലോക്ക് സ്പീഡിൽ ചെറിയ വേരിയേഷൻ വരുത്തിയിട്ടുള്ള പ്രോസസ്സറാണ്. ഒക്ടാ കോറിൽ 3.39 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. അതുപോലെ തന്നെ 4 നാനോമീറ്റർ ആണ് ചിപ്സ് സൈസ് വരുന്നത്. Adreno 750 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU വരുന്നത്. പെർഫോമൻസ് ആയിട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മൾട്ടി ടാസ്കിങ്ങിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാലും വളരെ ഫാസ്റ്റായിട്ടും സ്മൂത്തായിട്ടും നമുക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടൊന്നുമില്ല യാതൊരു പ്രശ്നവും. അതുപോലെ തന്നെ ചിലർ ചോദിക്കുന്നുണ്ടാവും എത്തരത്തിലാണ് ഹീറ്റിംഗ് ഇഷ്യോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഞാൻ ഗെയിം കളിച്ച സമയത്ത് പോലും ബിലോ 40 എന്നുള്ള രീതിയിലാണ് നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ താരതമ്യേന വലിയ രീതിയിലുള്ള ഒരു വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം കൂടി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ പെർഫോമൻസ് സൈഡ് ഇതുവരെ നല്ല രീതിയിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 3 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 12 GB റാമിൽ 256 GB, 12 GB റാമിൽ 512 GB, 12 GB റാമിൽ 1 TB,
LPDDR5X ആണ് റാം ടൈപ്പ് വരുന്നത്, UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 4.0 ആണ്. എനിവേ കണക്ടിവിറ്റി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. 18ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ഖത്തറിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡ് പ്ലസ് സിം കാർഡ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു സമയത്ത് ഇതിൽ ഏതെങ്കിലും 2 നെറ്റ്വർക്ക് മാത്രമേ നമുക്ക് ആക്റ്റീവ് ആക്കി വെക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ Wi-Fi 7 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു സമയം വരെ നമുക്ക് Wi-Fi 7 സപ്പോർട്ടഡ് ആയിട്ടുള്ള റൗട്ടേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വൈഫൈ പെർഫോമൻസിൻ്റെ ശരിക്കും നമുക്ക് ആ ഒരു പീക്ക് ലെവൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഭാവിയിൽ ഈ ഒരു സപ്പോർട്ടാവുന്ന രീതിയിലുള്ള റൗട്ടറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഗംഭീരമായിട്ടുള്ള ഒരു വൈഫൈ പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. IP68 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണ് ഇത്. സോഫ്റ്റ്വെയറിൻ്റെ സൈഡും ശരിക്കും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആൻഡ്രോയിഡ് 14 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 1 UI വേർഷൻ വരുന്നത് 6.1 ആണ്. 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. അതായത് ആൻഡ്രോയിഡ് 21 വരെ ലഭിക്കുമെന്നാണ് പറയുന്നത്. നിലവിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സാംസങ് സ്മാർട്ട് ഫോണിൽ ഏറ്റവും കൂടുതൽ കാലം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുന്ന സ്മാർട്ട് ഫോണാണ് ഈ ഒരു S24 സീരീസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ആ ഒരു നോട്ടിഫിക്കേഷൻ പാനലും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസവും തന്നെയുണ്ട്. അതുപോലെ നല്ല മികച്ച രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് കാണാൻ സാധിച്ചത്. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും 45 വാട്ട് മാത്രമാണ് മാക്സിമം ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 4.5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സിസ്റ്റം കൂടി ഈ ഒരു സ്മാർട്ട് ഫോണുണ്ട്. ബാറ്ററി പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഞാനൊരു 4-5 ദിവസം മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ ഒരു യൂസ് ചെയ്തൊരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് S23 Ultra നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോണാണ്. അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ലൈഫ് ലഭിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ബാറ്ററി പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് കാണാൻ സാധിച്ചത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൗഡിയാണ്. അതുപോലെ തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ക്വാളിറ്റിയാണ് കേൾക്കാൻ സാധിച്ചത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. അൾട്രാസോണിക് ആണ് സെൻസർ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കും. യാതൊരു തരത്തിലുള്ള ഇഷ്യൂ എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഏകദേശം 1 മണിക്കൂറോളമാണ് ഞാനിതിൽ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചിട്ടുള്ളത്. ചെറുതായിട്ട് വാം ആകുന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അത് കൂളാവുന്നുണ്ട്. അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ഫ്രെയിം റേറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയും ആ ഒരു സ്റ്റീരിയോ സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ശരിക്കും ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഗെയിമേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. ഗാലക്സി AI ഫീച്ചർ S24 സീരീസിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ഫീച്ചറാണ് AI കോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം നല്ല രീതിയിൽ ഈ ഒരു ഫീച്ചർ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് ലൈവായിട്ട് തന്നെ ഒന്ന് കേട്ട് നോക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൽ 14ഓളം ലാംഗ്വേജ് മാത്രമാണ് ഇപ്പോൾ സപ്പോർട്ടായിട്ടുള്ളത്. അതിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ഹിന്ദി മാത്രമാണ് സപ്പോർട്ടാകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ, മറുതലയ്ക്കുള്ള ആൾക്ക് ഹിന്ദി മാത്രമേ അറിയൂ എന്നുണ്ടെങ്കിൽ കൂടിയും ഞാൻ അത് ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് അത് ഓട്ടോമാറ്റിക്കലി അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരികയാണെങ്കിൽ അപ്പോൾ അതിനായിട്ട് 2 ആളുടെയും കയ്യിൽ സാംസങ് S24 സീരീസിൻ്റെ ആവശ്യമില്ല. ഒരാളുടെ കയ്യിൽ S24ൻ്റെ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ മതി. മറുതലയ്ക്ക് നമുക്ക് ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും ഇനി ബേസിക് ഫോൺ ആണെങ്കിലും ഒരു ഇഷ്യൂ ഇല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ലൈവായിട്ട് ഒരു കോൾ ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു ഐഫോണിൽ നിന്നും ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിലേക്ക്. നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയതിന് ശേഷം സാധാരണ രീതിയിൽ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു AI കോളിങ്ങിൻ്റെ ഫീച്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അത് നമ്മൾ പോയിട്ട് എനേബിൾ തന്നെ ചെയ്യണം സെറ്റിംഗ്സിൽ. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് സെറ്റിംഗ്സ് എടുക്കുക. അതിനുശേഷം അഡ്വാൻസ് ഫീച്ചർ എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം അതിൽ തന്നെ അഡ്വാൻസ് ഇൻ്റലിജൻസ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഫോൺ എന്ന് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് കാണാം ലൈവ് ട്രാൻസ്ലേറ്റ് എന്നത്. അത് ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷന് എനേബിൾ ആവുന്നതാണ്. സോ ഈ ഒരു ഐഫോണിൽ നിന്ന് ഞാൻ ഈ ഒരു S24 അൾട്രയിലേക്ക് കോൾ ചെയ്യുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എത്രത്തിലാണ് ഈ ഒരു ലൈവ് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന കാര്യം ഇതിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരിക. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നുകിൽ കോൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു കോൾ അസിസ്റ്റ് എന്നുള്ള രീതിയിൽ കാണാം. ആ ഒരു കോൾ അസിസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ലൈവ് ട്രാൻസ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറുതലക്കുള്ളവർക്ക് ഇനി നമ്മൾ എന്ത് കാര്യവും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ ഹിന്ദിയിലേക്ക് കേൾക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹലോ, ഗുഡ് ഈവനിങ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു?
हेलो, शुभ संध्या। Hello, Goodman. हम House आपकी help. क्या सहायता कर सकते हैं? Where are you from? आप कहां से हैं? If you like the video, please do subscribe my channel. If you यदि like the आपको video, वीडियो please पसंद use है thumbsticks. तो कृपया मेरे चैनल की सदस्यता लें। ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഇംഗ്ലീഷ് ടു ഹിന്ദി എന്നുള്ള രീതിയിൽ ട്രാൻസ്ലേറ്റ് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഭാവിയിൽ നമ്മുടെ മലയാളം ഉൾപ്പെടെയുള്ള മറ്റു ലാംഗ്വേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഒന്നൊന്നര പൊളിക്കുന്ന ഫീച്ചറായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി നമ്മൾ മലയാളത്തിൽ സംസാരിക്കുകയും മറുതലക്കുള്ള ആൾ ഏത് ഭാഷക്കാരനായാലും നമ്മൾ നമ്മുടെ ഭാഷയിൽ സംസാരിക്കും, അവരുടെ ഭാഷയിൽ പറയുന്ന സാധനം നമുക്ക് നമ്മുടെ മലയാളത്തിൽ കേൾക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് തന്നെയാണ്. എനിവേ സാംസങ് ഈ ഒരു ഫീച്ചർ ഉൾപ്പെടുത്തിയതിൽ ശരിക്കും സാറ്റിസ്ഫൈഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് AI ഫീച്ചറിൽ തോന്നിയിട്ടുള്ള കാര്യവും ഈ ഒരു AI കോളിംഗ് തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഫീച്ചറിനെ പറയുകയാണെങ്കിൽ, സാധാരണ ഒരു വീഡിയോയിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ലോ മോഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗംഭീരമായിട്ടുള്ള സ്ലോ മോഷൻ വീഡിയോ നമുക്ക് കാണാം. ഇനി സ്ലോ മോഷൻ വീഡിയോയിലാണ് നമ്മളിത് ലോങ് പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിലും സ്ലോ ആയിട്ട് ആ ഒരു സ്ലോ മോഷൻ വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതെനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറായിട്ട് തന്നെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോട്ടോ എഡിറ്റിൻ്റെ കാര്യമാണ്. നമ്മളൊരു ഫോട്ടോ എടുത്തതിന് ശേഷം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം എനിക്ക് ഞാൻ നിന്ന ആ ഒരു പൊസിഷനിൽ നിന്നും വേറൊരു പൊസിഷനിലേക്ക് മാറാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റിനെയൊക്കെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പിനെ AI ഉപയോഗിച്ചുകൊണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കോലത്തിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ടായിട്ട് നമുക്ക് മിക്ക സമയത്ത് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ഫീച്ചറും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അത് ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടിയിട്ടുള്ളതാണ്. നമ്മൾ ഇവൻ ക്യാമറ ഓൺ ആക്കിയതിന് ശേഷമാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു പ്ലേസിലാണെങ്കിൽ പോലും, ഫോട്ടോസിലാണെങ്കിലും സൈറ്റിലൊക്കെ ആണെങ്കിലും നമ്മളൊരു ഒബ്ജക്റ്റിന് നമ്മൾ ആ ഒരു ഹോം ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ജസ്റ്റ് ഒരു സർക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ഫോട്ടോസ് ആണെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സഹായത്തോടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഫീച്ചറും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ്. നമ്മളിൽ ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചറാണ്. നമ്മളിപ്പോൾ ഒരു പാരാഗ്രാഫ് ഒക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തിന് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലൊക്കെയാണ് അയക്കുന്നതെങ്കിൽ നമുക്ക് റൈറ്റിംഗ് സ്റ്റൈൽ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊഫഷണലായിട്ടോ അല്ലെങ്കിൽ കാഷ്വലായിട്ടോ അല്ലെങ്കിൽ സോഷ്യലി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു 5-6 ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്കത് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ ഈ അവൈലബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്പെല്ലിങ്ങിലോ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ലോങ് പാരഗ്രാഫും കാര്യങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നോ കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യുകയാണെങ്കിൽ നമുക്കത് സമ്മറൈസ് എന്നുള്ള രീതിയിൽ ചുരുക്കിയിട്ട് നമുക്കിത് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നോട്ട്സിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നോട്ട് ബൈ നോട്ട് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് പോയിന്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്കിത് നോട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ യൂസ്ഫുൾ ആകുന്ന ഒരു ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു ഫീച്ചറാണ് ഇൻ്റർപ്രെറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ രണ്ട് ഭാഷക്കാരാണെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഭാഷയിലുള്ള ആളുകളാണെങ്കിൽ നമുക്ക് പരസ്പരം ഇതിൽ സംസാരിക്കാൻ സാധിക്കും ഫോൺ ഉപയോഗിച്ചുകൊണ്ട്. അതായത് നമ്മുടെ ഇടയിൽ ഈ ഒരു ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് അവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അവരുടെ ഭാഷയിലേക്ക് പറയുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു യൂസ്ഫുൾ ഫീച്ചറായിട്ട് തന്നെയാണ് ഇതും എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ചെറുതായിട്ടുള്ള ബഗ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു AI കാണാൻ സാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ AI ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അവിടെയും ഇവിടെയും ചെറുതായിട്ട് ബഗ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് തുടക്കം മാത്രമാണ്. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൽ തീർച്ചയായിട്ടും കമ്പനി വരുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു ഗാലക്സി AI കോളിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് വളരെ മികച്ച രീതിയിലുള്ള ഒരു AI ഫീച്ചറായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എനിവേ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട AI ഫീച്ചർ, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. 4 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 200 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ടുള്ളത്. f1.7 അപ്പാച്ചറാണ് വരുന്നത്. അതുപോലെ തന്നെ 50 മെഗാ പിക്സലിൻ്റെ 5x ടെലിഫോട്ടോ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. മൂന്നാമത്തെ ക്യാമറ 10 മെഗാ പിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ സൂം ലെൻസോട് കൂടിയിട്ടുള്ള വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. നാലാമത്തെ ക്യാമറ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഗംഭീരമെന്ന് പറയാൻ സാധിക്കും. എസ്പെഷ്യലി മെയിൻ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കളേഴ്സ് നമുക്കറിയാം സാംസങ്ങിൻ്റെ ആ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള പക്ഷേ ഭയങ്കര ഭംഗിയായിട്ടുള്ള കളേഴ്സാണ് ലഭിക്കുന്നത്. ഡയലൈറ്റ് പെർഫോമൻസ് സൂപ്പർബാണ്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് ഗംഭീരമായിട്ടുള്ളതാണ്. പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ലതാണ്. അതുപോലെ മാക്രോ പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. നൈറ്റ് ഫോട്ടോഗ്രാഫി എടുത്ത് പറയേണ്ടതാണ്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസാണ് നമുക്കൊരു ഇത്തിരി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ 3x ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ വളരെ മികച്ച രീതിയിലുള്ള ഫോട്ടോസാണ് ലഭിച്ചത്. എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം 50 മെഗാ പിക്സലിൻ്റെ 5x ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസാണ്. ഗംഭീര ഫോട്ടോസാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി അതിൻ്റെ ഡീറ്റെയിൽ, ഷാർപ്നെസ്, ആ ഒരു കളേഴ്സ് എന്നൊക്കെ പറയുന്നത്
ഗംഭീരം എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം അതിനപ്പുറം ഒരു വേർഡില്ല. അത്രയും നല്ല രീതിയിലുള്ള ഫോട്ടോസാണ് നമുക്ക് ഈ ഒരു 3 ലെൻസിൽ ലഭിച്ചിട്ടുള്ളത്. ഇനി അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന കാര്യം എടുത്താലും അതും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നൈറ്റ് പെർഫോമൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡേ ലൈറ്റ് പെർഫോമൻസ് ആണെങ്കിലും പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും പോർട്രേറ്റിൻ്റെ കാര്യം 5x ടെലിഫോട്ടോ ലെൻസിലും അതുപോലെ 3x ടെലിഫോട്ടോ ലെൻസിലൊക്കെ എടുത്തിരിക്കുന്ന നല്ല ആ ഒരു എഡ്ജ് ഡിറ്റക്ഷനും ആ ഒരു ബൊക്കെ എഫക്റ്റ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 12 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് സെൽഫി ക്യാമറ ആയിട്ട് എടുത്ത് പറയാനുള്ളത്. അതിൽ തന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ 32 മെഗാ പിക്സൽ 50 മെഗാ പിക്സലിലൊക്കെ സെൽഫി ക്യാമറ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ആ ഒരു സമയത്താണ് നമുക്ക് സെൻസറിൻ്റെ വാല്യൂയും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ വാല്യൂയും ശരിക്കും മനസ്സിലാകുന്നത്. കാരണം 32 മെഗാ പിക്സലിൽ എടുക്കുന്നതോ അല്ലെങ്കിൽ 50 മെഗാ പിക്സലിൽ എടുത്തിരിക്കുന്ന സെൽഫി ഫോട്ടോസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ ഗംഭീരമായിട്ടുള്ള ഫോട്ടോസാണ് ഈ ഒരു 12 മെഗാ പിക്സലിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് ഡേ ലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും HDR ഫോട്ടോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈവൻ പോർട്രേറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും സൂപ്പർബായിട്ടുള്ള എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെയാണ് പോർട്രേറ്റിൽ കാണാൻ സാധിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയും ഗംഭീരമാണ്. ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഞാൻ റിവ്യൂ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ക്യാമറ ഫോട്ടോസ് തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S24 അൾട്രയിൽ. ക്യാമറ പെർഫോമൻസ് തന്നെയാണ് നാവുളക്കിയതാണ്, സോറി, ഏറ്റവും മികച്ച ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു S24 അൾട്രയിൽ കാണാൻ സാധിച്ചത്. ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ് 8K 35 ഫ്രെയിംസ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള HDR പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സൂപ്പർബായിട്ടുള്ള സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. മുൻ വർഷത്തെക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി നമുക്ക് 8K ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളേഴ്സും അത്യാവശ്യം നല്ല വൈബ്രന്റ് ആയിട്ട് തന്നെ എടുത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 8K വീഡിയോ ആയിട്ട് തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. 4K 60 ഫ്രെയിംസ് നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. നല്ല സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് സൂപ്പർബായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മുൻ വർഷത്തെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു വീഡിയോ പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കളേഴ്സൊക്കെ നല്ല വൈബ്രന്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഷേക്കിംഗ് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല സ്മൂത്ത് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 4K വീഡിയോ ആയിട്ട് തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ് 4K 60 ഫ്രെയിംസ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. രാവിലെ 10 മണിക്കാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, പക്ഷേ ഗംഭീരമായിട്ടുള്ള HDR പെർഫോമൻസ് കാണാം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയാണ്. ഭയങ്കര സൂപ്പർ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസ് നമുക്ക് ഫേസിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സറൗണ്ടിൽ അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാവുന്നതാണ്. ഓവറോൾ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെൽഫി വീഡിയോ ഫുട്ടേജ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തത്. ഈ ഒരു സ്റ്റൈലസ് പെന്നിനെ കുറിച്ച് ഞാൻ വീഡിയോയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം 2-3 വർഷമായിട്ട് നമുക്കറിയാം S സീരീസിൽ സ്റ്റൈലസ് പെൻ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. മാത്രമല്ല വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അത് ഞാൻ ഉൾപ്പെടുത്താതിരുന്നത്. എനിവേ സാംസങ് ഗാലക്സി S23 അൾട്രയിൽ നിന്നും S24 അൾട്രയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ എന്ന് ചോദിച്ചവർക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള 2-3 ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് ക്യാമറ പെർഫോമൻസ് ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലും അല്പം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 5x ടെലിഫോട്ടോ ലെൻസാണ്. സൂപ്പർബായിട്ടുള്ള ഔട്ട്പുട്ടാണ് മിക്ക സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നല്ല ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിലൊക്കെ പോയാൽ S23 അൾട്രയേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ കുറച്ചും കൂടി നല്ല പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും. എന്നതല്ലാതെ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊന്നും എനിക്കിത് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് S23 അൾട്രയിൽ നിന്നും S24 അൾട്രയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതല്ല മറ്റ് സ്മാർട്ട് ഫോണുകളാണെങ്കിൽ 22 അല്ലെങ്കിൽ 21 ആ ഒരു രീതിയിലുള്ള സ്മാർട്ട് ഫോണുകളൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S24 അൾട്ര. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 256GB 5149 ഖത്തറിയാണ്. ഏകദേശം ഇന്ത്യയുടെ 1,16,000 രൂപയും 12GB + 512GB ആണെങ്കിൽ 5649 ഖത്തറിയാണ്. ഏകദേശം ഇന്ത്യയുടെ 1,27,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഇന്ത്യൻ പ്രൈസ് ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നതാണ്. എനിവേ ജനുവരി 31 നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണമെന്ന് പറയുന്നത് 256GB പ്രൈസിൽ നിങ്ങൾക്ക് 512GB ലഭിക്കുകയും 512GB പ്രൈസിൽ നിങ്ങൾക്ക് 1TB ലഭിക്കും എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ സാംസങ് കെയർ പ്ലസിൻ്റെ 1 ഇയർ അഡീഷണൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും 45 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്റർ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ലഭിക്കും എന്നതാണ് ഖത്തറിലുള്ള ഓഫർ എന്ന് പറയുന്നത്. ഒരു ഗംഭീരമായിട്ടുള്ള ഓഫറായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണുകളിൽ ഒന്ന് എന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഗംഭീരമായിട്ടുള്ള ഡിസ്പ്ലേ, ഗംഭീരമായിട്ടുള്ള ഹാർഡ്വെയർ പെർഫോമൻസ്, സൂപ്പർബായിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്,
അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ്, കിഡിലനായിട്ടുള്ള ക്യാമറ പെർഫോമൻസ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മികച്ച ഒരു സ്മാർട്ട് ഫോണായിട്ട് തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S24 അൾട്രയെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സ്മാർട്ട് ഫോൺ തേടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി S24 അൾട്ര. ഇന്നത്തെ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് തരക്കേടില്ലാത്ത ഒരു റിവ്യൂ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്തേണ്ട ഒരു ചെറിയ ഹെൽപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി S24 പ്ലസ് വേണോ S24 വേണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.